ഹറജും മറജും വർദ്ധിക്കുന്ന ഒരു കാലം, വിവരക്കേടുണ്ടാകുന്ന കാലം, ഇൽമ് നഷ്ടപ്പെടുന്ന കാലം. അങ്ങനെ അന്ത്യനാളിന്റെ മുമ്പ് അൽ ഹറജു വൽ മറജ്. എന്താണ് ഹറജും മറജും യാ റസൂലല്ലാഹ്? ഖാല അൽ ഖത്ലു, കൊലപാതകം വർദ്ധിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊലപാതകം വർദ്ധിക്കുകയാണ്, കുത്തിക്കൊന്നു. കേട്ടില്ലേ? ഒരു മനുഷ്യനെ കുത്തെന്നൊക്കെ പറഞ്ഞ എന്താ? ഇത് ആടിനെ, പശുവിനല്ല, മനുഷ്യന്റെ ദേഹത്താണ്. കൊലപാതകം വർദ്ധിക്കുകയാണ്. ഇന്നത്തെ സിറിയയിലും ഫലസ്തീനിലും ഈജിപ്തിലും ലിബിയയിലും അവിടെ നിന്നങ്ങോട്ടുള്ള മുസ്ലിം രാജ്യങ്ങളിൽ അല്ലാത്ത രാജ്യങ്ങളിലൊക്കെയും ഖത്ൽ, കൊലപാതകം വർദ്ധിച്ചിരിക്കുകയാണ്. മനുഷ്യന്മാര് കൊല്ലാണ്. മാസീവ് കില്ലിംഗ്. 100, 200, 500 ആളുകളൊക്കെയാണ് ഒരു കാർ ബോംബിൽ, ഒരു സൂയിസൈഡ് അറ്റാക്കിൽ മരിക്കുന്നത്. കൊലപാതകം ഇങ്ങനെ വർദ്ധിക്കുന്നത് അപകടമാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കല്ലുകൾ ഓരോന്നോരോന്നായി അടിച്ചു തകർക്കുന്നതിനേക്കാളും ഗൗരവമാണ് മുസ്ലിമായ ഒരു മനുഷ്യനെ വധിക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. കഅബയെ ഹജറൻ ഹജറ, കല്ല് കല്ലായി കഅബയെ അടിച്ചു തകർക്കുന്നതിനേക്കാളും കഅബാലയം പൊളിക്കുന്നതിനേക്കാളും അല്ലാഹുവിനടുത്ത് ഗൗരവം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഒരു മനുഷ്യനെ വധിക്കുന്നതാണ്. ചെയ്തു പോകരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യക്സുറൽ ഹറജു വൽ മറജ്. നമ്മുടെ മക്കൾ കൊലപാതകളായി പോകാതെ, കൊലപാതകം ചെയ്യുന്ന, മർഡർ ചെയ്യുന്ന ആളുകളായി പോകാതെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചെറിയ മക്കളിലേക്ക്, കുട്ടിപ്രായമുള്ള മക്കളിലേക്ക് വരെ കൊലപാതകത്തിന്റെ വാസനകൾ എത്തിത്തുടങ്ങിയില്ലേ? ഇക്സുറൽ ഹറജ്. കുട്ടികളുടെ ഗെയിം പോലും അങ്ങനെയാണ്. കൊല്ലുന്ന തരത്തിലുള്ള ഷൂട്ടിംഗ് ഗെയിമുകൾ, ആളെ കൊല്ലുന്ന ഗെയിമുകൾ മേടിച്ചു കൊടുക്കരുതേ പൊന്നു രക്ഷിതാക്കളെ, ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് ലാഘവം തോന്നി തുടങ്ങും, വളരെ നിസ്സാരമായി തോന്നും വധിക്കുക എന്ന് പറയാൻ. ചെറിയ മക്കളൊക്കെ എന്താ പറയാ, ഒന്ന് കളിപ്പിച്ചൊന്ന് ദേഷ്യം പിടിപ്പിച്ചാൽ ഐ വിൽ കിൽ യു. ചെറിയ കുട്ടിയെ പറയുന്നത്. 4 വയസ്സുള്ള കുട്ടിയെ ഞാൻ ചോദിച്ചു, കുട്ടീനെ സ്കൂളിലൊന്നും ആക്കിയിട്ടില്ല. ആ കുട്ടിയെ എന്റെ കൂട്ടുകാരൻ കളിപ്പിച്ചു. അപ്പോ കുട്ടി തമാശയിൽ പറയാണ് ഐ വിൽ കിൽ യു, ഐ വിൽ കിൽ യു. കുട്ടി സ്കൂളിൽ പോയിട്ടില്ല, മലയാളിയായ കുട്ടിയാ, പക്ഷെ ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൊല്ലുന്നാണ് ഈ പറയുന്നത്, ഐ വിൽ കിൽ യു. എവിടുന്നാ കുട്ടിക്ക് ഇത് കിട്ടിയത്? കുട്ടി എവിടെന്നാണ് ഇത് പഠിച്ചത്? ഗെയിമുകളിൽ നിന്ന്, അവരുടെ കാർട്ടൂൺ ഫിഗറുകളിൽ നിന്ന്. കില്ലിംഗ്, മാസീവ് കില്ലിംഗ്. ഇങ്ങനെ വധം കൂടുന്നത്, കൊലപാതകം വർദ്ധിക്കുന്നത്, മനുഷ്യന്മാർ അന്യായമായി കൊല്ലപ്പെടുന്നത് അന്ത്യനാളിന്റെ മുമ്പ് നടക്കാൻ പോകുന്ന അപകടങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്തിഹ്ലാലുൽ അഗാനി വൽ മആസിഫ്. പാട്ടുകളും മ്യൂസിക്കുകളും ഹലാലാണെന്ന് വരുത്തുന്നത്. അഗാനി, മ്യൂസിക് ഉപയോഗിച്ചുള്ള പാട്ടുകൾ നമുക്ക് പാടില്ലാത്തതാണ്, ഹറാമാണ്, കുറ്റകരമാണ്. മആസിഫ്, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പാടില്ലാത്തതാണ്. അത് ഹറാമാണെന്നതിന് മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണ്. അതിന് നല്ല മൗലിദ് പാട്ട് നിങ്ങൾ മ്യൂസിക് വെച്ച് വിട്ടാൽ അത് ഹറാമ് തന്നെയാണ്. ബുർദയുടെ പാട്ട് മൗലിദ് വെച്ച് അത് നിങ്ങൾ മ്യൂസിക് ചെയ്ത് വിട്ടു, ഹറാമാണ്, ഒരു സംശയമില്ല. നല്ല മാപ്പിളപ്പാട്ട് മ്യൂസിക് വെച്ച് വിട്ടു, അത് ഹറാമാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഹലാലാക്കാൻ പറ്റൂ? അത് ഹറാമ് തന്നെ. അതിന്റെ ഒക്കെ അഡിക്ഷൻ വന്ന ആളുകൾ മെല്ലെ മെല്ലെ ഒഴിവാക്കി വിട്. അതിനൊക്കെ പകരം ഖുർആൻ കേൾക്കില്ല. തങ്ങൾ പറഞ്ഞ ആ അടയാളം എന്തെന്നറിയോ? ഇതൊക്കെ ഹലാലാണെന്ന് പറയുന്ന ആളുകൾ വരും. അതിനേതെങ്കിലും ഒരു ഉസ്താദിന്റെ വേദുണ്ടാവും, ചിലപ്പോ കുഴപ്പമില്ല. അത് ദീനി പാട്ടാണെങ്കിൽ പിന്നെ പറ്റും എന്നൊരു മസാല ഉണ്ട്. വെറുതെ പറയുന്നേ. ലയകൂനന്ന മിൻ ഉമ്മതി ഖൗമുൻ, എന്റെ സമൂഹത്തിൽ ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ട്. അഖ്വാം, ഒരു വിഭാഗം. യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം അവർ ഹലാലാണെന്ന് പറയും. വൽ ഹരീറ, പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുന്നത് ഹലാലാണെന്ന് വരുത്തും. വൽ ഖംറ,
കള്ളു കുടിക്കുന്നത് ഹലാലാണെന്ന് പറയും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങളും ഹലാലാണെന്ന് പറയുന്ന സമുദായം ഖിയാമത്തിന്റെ മുമ്പ് വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെയാ പറഞ്ഞ 4 വിഷയങ്ങൾ. എന്തൊരു ഗൗരവമാണ്. ഇസ്തഹില്ലൂനൽ ഹിർ, ഹിർ എന്ന് പറഞ്ഞാൽ അൽ ഫർജ്, വ്യഭിചാരം ഹലാലാണെന്ന് പറയും തുടങ്ങും. എന്തേ? വആതൈതും ഇഹ്ദാഹുന്ന ഉജൂറഹുന്ന, ഒരു പെണ്ണിന് അവളുടെ മഹർ കൊടുക്കണം എന്ന് പറയുന്ന ആയത്തിന് അവര് പരിഭാഷ വെച്ച് അർത്ഥം വായിക്കുന്നത് ഉജൂറഹുന്ന, അവർക്ക് വേതനം കൊടുക്കണം, പൈസ കൊടുത്ത ഹലാലായി. ഇങ്ങനെ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യും. ഖുർആനിന്റെ വ്യാഖ്യാതാക്കളാണ് ഖുർആനിന് അർത്ഥം പറയേണ്ടത്. ഡിക്ഷണറി പഠിച്ച മനുഷ്യനല്ല. അറബി മനുഷ്യയായതുകൊണ്ട് അർത്ഥം പറയാൻ പറ്റുമോ ഖുർആനിന്? പറ്റില്ല. അറബ് ഭാഷ മാതൃഭാഷ സംസാരിക്കുന്നത് കൊണ്ട് ഖുർആനെ തഫ്സീർ ചെയ്യാൻ പറ്റുമോ? പാടില്ലാത്തതാണ്. ആര് ചെയ്യണം? ഉലമാ ചെയ്യണം, ഖുർആനിന്റെ ഉലൂമുകൾ പഠിച്ച ആളുകൾ. വആതൈതും ഇഹ്ദാഹുന്ന ഉജൂറഹുന്ന, നിങ്ങൾ അവർക്ക് അർഹമായ മഹർ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഹലാലാണെന്ന് പറയുന്ന ആ ഭാഗം അള്ളാഹു എന്തുകൊണ്ട് മുഹൂറഹുന്ന, അവരുടെ മഹർ എന്ന വാക്ക് ഉപയോഗിക്കാതെ എന്തുകൊണ്ട് ഉജൂർ എന്ന് പറഞ്ഞു? അതിന് കാരണമുണ്ട്. ഇതൊന്നും നോക്കാതെ എന്ത് അർത്ഥം? അജ്ർ, കൂലി, വൈജസ്. അപ്പോ വ്യഭിചരിക്കാം, കാശ് കൊടുത്താൽ മതി എന്ന് പറയുന്ന ആളുകൾ എന്റെ സമുദായത്തിൽ വരാനുണ്ട്. അതൊക്കെ ഇപ്പൊ ഗൾഫ് നാട്ടിലെ അറബികളിൽ ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെ നാട്ടിലേക്ക് വരുമെന്നപ്പോ എന്റെ പേടി. വ്യഭിചാരം ഹലാലാണെന്ന് പറയുകയും വൽ ഹരീറ, വൽ ഹരീർ, പട്ടിന്റെ ഉടയാളകൾ, പട്ടുവസ്ത്രം. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഇതെന്റെ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രവും സ്വർണവും എന്റെ പുരുഷന്മാർക്ക് ഹറാമും എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങൾക്ക് ഹലാലുമാണ്. പെണ്ണുങ്ങൾക്ക് ധരിക്കാം കാഞ്ചീപുരം സിൽക്സ്, സിൽക്കുകൾ അവർക്ക് ധരിക്കാം. ഇനി പുരുഷന്മാർക്ക് സിൽക്ക് ധരിക്കുന്ന കാലം വരും. ആദ്യം ചിലപ്പോൾ ഒരു ടൈ ഒക്കെ ആയിരിക്കും ആദ്യം ഇറക്കുക, പുരുഷന്മാരുടെ ടൈ, സിൽക്കിന്റെ ടൈ. പിന്നെ ഒരു കോട്ടിറങ്ങും, പിന്നെ ഒരു പുതിയാപ്പിളയുടെ ഡ്രസ് ഇറങ്ങി തുടങ്ങും. പിന്നെ അത് സർവ്വസാധാരണം അല്ലേ? പട്ടുവസ്ത്രം പുരുഷൻ ഹലാലാണെന്നും വ്യഭിചാരം ഹലാലാണെന്നും പറയുന്നവർ എന്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്നുണ്ട്. വൽ ഖംറ വൽ മആസിഫ, വൽ ഖംറ, മദ്യപാനം, മദ്യപിക്കുന്നത് ഹലാലാണെന്ന് പറയുന്നവർ വരും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മ്യൂസിക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ആ ഇൻസ്ട്രുമെന്റുകൾ ഹലാലാണെന്ന് യസ്തഹില്ലൂന, ഹലാൽ വൽക്കരിക്കുന്നവർ അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തിഹാദുൽ ഖൈനാത്തി, പാട്ടുപാടുന്ന പെൺകുട്ടികളെ ട്രെയിൻ ചെയ്തു കൊണ്ടുവരുന്നത്, അവർക്ക് പ്രാക്ടീസ് ചെയ്തു കൊടുക്കുന്നത്, അവരെ സ്റ്റേജുകളിൽ കയറ്റുന്നത്, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഉംറുൻ തുഷ്തഹ, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രായത്തിലെത്തിയ പെൺകുട്ടിയെ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ, അന്യ ആളുകളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്നത് മാതാപിതാക്കൾ ചെയ്യുന്ന ഗുരുതരമായ ഹറാമല്ലയോ? കുറ്റകരമല്ലേ? ആർക്കാണ് സംശയമില്ലാത്തത്? അവിടെ നിന്ന് പറയുമായിരുന്നു, ലയകൂനന്ന ഫീ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിൽ വരാനുണ്ട് ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ, ആകാശത്ത് നിന്ന് ചരൽ കല്ലുകൾ മഴ പെയ്യുന്നതും, ഖസ്ഫുൻ, ഭൂമിയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ആഴ്ത്തപ്പെടുന്നതും, വമസ്ഖുൻ, മനുഷ്യരുടെ മുഖം പോലും കോലം മാറുന്ന രീതിയിൽ അല്ലാഹു പരീക്ഷിക്കുന്നതും ഈ ഉമ്മത്തിൽ വരാനുണ്ട്. വദാലിക, ഇത് സംഭവിക്കുന്നത് ഇദാ ശരിബുൽ ഖുമൂർ, എന്റെ സമൂഹത്തിലെ ആളുകൾ കള്ളുകുടിയന്മാരായി മാറുമ്പോഴാണ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, ഇൻടോക്സിക്കൻസ്, മയക്കുമരുന്നുകളടക്കം, മദ്യപാനമടക്കം എന്റെ സമൂഹത്തിലെ ചെറുപ്പക്കാരിലും അല്ലാത്തവരുടെയും ശരീരത്തിലേക്ക് ഹറാമുകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, വത്തഖദുൽ ഖൈനാതി, പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരികയും, വദറബൂ ബിൽ മആസിഫി, മ്യൂസിക് ഉപകരണങ്ങളിൽ അവർ അടിക്കുകയും ചെയ്താൽ, അടിക്കുന്ന മ്യൂസിക്കുകളല്ലേ? മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുകയും പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരികയും മദ്യപിക്കുകയും ചെയ്താൽ, ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ?
പാട്ടുപാടുന്ന പെൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നവരും അധികം ആളുകളും എന്താ വ്യഭിചാരിണികളായി